അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിലെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഏതാണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമ്മൾ ഏത് സിമ്പിൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എൻ ഇലക്ട്രോഡ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ്. ഓക്കെ, ഇനി എന്താണ് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് നോക്കാം. ഒരു ഇലക്ട്രോഡിനെ അതിൻ്റെ തന്നെ അയോണിൻ്റെ സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ആ ഇലക്ട്രോഡിൻ്റെയും ആ സൊല്യൂഷൻ്റെയും ഇടയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോഴെന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റഡ് ഇൻ ബിറ്റ്വീൻ എൻ ഇലക്ട്രോഡ് ആൻഡ് ദ സൊല്യൂഷൻ ഓഫ് ഇറ്റ്സ് ഓൺ അയോൺ when the electrode is dipped in the solution of its own ion. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ ഇത് എം എന്ന് പറയുന്ന ഇലക്ട്രോഡാണ്. ഈ എം എന്ന് പറയുന്ന ഇലക്ട്രോഡിനെ അതിൻ്റെ തന്നെ അയോണിൻ്റെ സൊല്യൂഷനിലേക്ക് ഇറക്കി വെക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷൻ ഓഫ് എം എൻ പ്ലസ് അയോൺ. അപ്പം അങ്ങനെ ഇറക്കി വെക്കുമ്പം ഈ ഇലക്ട്രോഡിൻ്റെയും ഈ സൊല്യൂഷൻ്റെയും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യപ്പെടാം. ആ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രോഡിനെ അതിൻ്റെ തന്നെ അയോണിൻ്റെ സൊല്യൂഷനിലേക്ക് ഇറക്കി വെക്കുമ്പം രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഏതൊക്കെയത്? ഒന്നുകിൽ ഓക്സിഡേഷൻ നടക്കാം, അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതേതൊക്കെയായിരിക്കും? ഒന്ന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ്, രണ്ട് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്ര ടൈപ്സ് ഉണ്ട്? രണ്ട് ടൈപ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാ? ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും. റെഡി? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്താണ് എന്നാണ്. ഓക്കെ, എന്തായിരിക്കും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ? ഒരു ഇലക്ട്രോഡിനെ അതിൻ്റെ തന്നെ അയോണിൻ്റെ സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണെങ്കിൽ ആ ഇലക്ട്രോഡിൻ്റെയും സൊല്യൂഷൻ്റെയും ഇടയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഇറ്റ് ഈസ് ദ potential difference generated in between an electrode and the solution of its own ion due to oxidation. ഓക്കെ, ശ്രദ്ധിച്ചോളാം. എം എന്ന് പറയുന്ന ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ അയോണിൻ്റെ സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് എം എൻ പ്ലസ് അയോൺ. ഓക്കെ, അങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ നോക്കിയേ. എം ഗിവ്സ് എം എൻ പ്ലസ് പ്ലസ് എൻ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ഓക്സിഡേഷൻ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെയുള്ള ഈ ഇലക്ട്രോഡിന്റെ മുകളിലുള്ള മെറ്റൽ ആറ്റംസ് അത് ഈ ഇലക്ട്രോണിന്റെ മുകളിലുള്ള എം ആറ്റംസ് അത് എം എൻ പ്ലസ് അയോൺ ആയിട്ട് മാറും. ഈ എം എൻ പ്ലസ് അയോൺ എവിടത്തേക്ക് ജമ്പ് ചെയ്യും? സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്യും. ഈ ഉണ്ടാവുന്ന ഇലക്ട്രോൺസ് ഈ ഇലക്ട്രോഡിന്റെ മുകളിൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഇലക്ട്രോഡിന്റെ ചാർജ് എന്താവും? നെഗറ്റീവ് ആവും അല്ലേ? സൊല്യൂഷന്റെ ചാർജ് എന്താവും? പോസിറ്റീവ് ആവും. അപ്പോൾ ഈ സൊല്യൂഷന്റെ ചാർജ് പോസിറ്റീവാണ്, ഈ ഇലക്ട്രോഡിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെയും ഈ സൊല്യൂഷന്റെയും ഇടയിൽ എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യപ്പെടും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഈ ഇലക്ട്രോഡിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോഡ് സിങ്ക് ഇലക്ട്രോഡാണ്. ഓക്കെ, ഈ സിങ്ക് ഇലക്ട്രോഡിനെ ഞാൻ ഡിപ്പ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻ ഏതാ? സൊല്യൂഷൻ ഓഫ് ZnSO4 ആണല്ലേ? നോക്കിക്കേ, ഞാനൊരു ബീക്കർ എടുത്തു, അതിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിച്ചു. മക്കള് പറഞ്ഞേ, അതിൽ ഏതൊക്കെ അയോൺസ് ഉണ്ടാവുക? Zn2+ അയോൺസും ഉണ്ടാവും, SO4 അയോൺസും ഉണ്ടാവും പ്രധാനമായിട്ടല്ലേ? അല്ലേ? നിങ്ങൾക്കറിയാം ആ സൊല്യൂഷനിൽ എത്ര Zn2+ അയോൺസ് ഉണ്ടോ അത്രയും എണ്ണം എന്തുണ്ടാവും? SO4 ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ സൊല്യൂഷൻ്റെ ചാർജ് എന്തായിരിക്കും? സൊല്യൂഷന് ചാർജ് ഉണ്ടാവുമോ? ഇല്ല. കാരണം ആ സൊല്യൂഷനിൽ
എത്ര പോസിറ്റീവ് അയോൺസ് ഉണ്ടോ അത്രയും നെഗറ്റീവ് അയോൺസ് ഉണ്ടാവും അല്ലേ? അപ്പം നമ്മൾ ഏതൊരു ഇലക്ട്രോലൈറ്റ് എടുത്താലും ഇലക്ട്രോലൈറ്റ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിന് എന്തില്ല? ചാർജ് ഇല്ല. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബീക്കറാണ്, അതിൽ ഏത് സൊല്യൂഷനാണ് ഒഴിക്കുന്നത്? ZnSO4 സൊല്യൂഷൻ. അപ്പോൾ ആ സൊല്യൂഷൻ എന്തില്ല? ചാർജ് ഇല്ല. റെഡി? അതിലേക്ക് നോക്കിയേ, ഇത് ഒരു സിങ്ക് ഇലക്ട്രോഡാന്ന് കരുതുക. ഈ സിങ്ക് ഇലക്ട്രോഡ് ഈ ZnSO4 സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യാണ്. ഓക്കെ, ഈ സിങ്ക് റോഡിന് ചാർജ് ഉണ്ടോ? ഇല്ല. ഈ സൊല്യൂഷന് ചാർജ് ഉണ്ടോ? ഇല്ല. പക്ഷെ ഇതിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ് അല്ലേ? ഇവിടെയുള്ള Zn2+ ആവും. എന്നിട്ട് എവിടത്തേക്ക് ജമ്പ് ചെയ്യും? സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്യും. ഉണ്ടാവുന്ന ഇലക്ട്രോൺസ് ഈ സിങ്ക് റോഡിന്റെ മുകളിൽ അടിഞ്ഞുകൂടും. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുക? സൊല്യൂഷനിൽ Zn2+ അയോൺസിന്റെ അളവ് എന്ത് ചെയ്യും? കൂടും. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അയോണിന്റെ അളവ് കൂടും. അപ്പോൾ സൊല്യൂഷന്റെ ചാർജ് എന്തായി? പോസിറ്റീവ്. ഇവിടെ അടിഞ്ഞുകൂടുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ആണ് അല്ലേ? അപ്പൊ ഈ സിങ്ക് റോഡിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് അല്ലേ? അപ്പം ഈ സിങ്ക് റോഡിന്റെ ചാർജ് നെഗറ്റീവ്, സൊല്യൂഷന്റെ ചാർജ് പോസിറ്റീവ്. അപ്പം ആ സൊല്യൂഷന്റെയും ഈ സിങ്ക് റോഡിന്റെയും ഇടയിൽ എന്ത് ജനറേറ്റ് ചെയ്യപ്പെടും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യപ്പെടും അല്ലേ? അപ്പൊ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് കാരണം ഓക്സിഡേഷൻ അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ സിങ്കിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇത് M ഏത് സ്റ്റേറ്റ് ആണ്? സോൾഡ് സ്റ്റേറ്റ് ആണ്. Mn+ അയോൺ സൊല്യൂഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഏത് സ്റ്റേറ്റാ? അക്വ സ്റ്റേറ്റ്. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ ഡാനിയൽ സെല്ലിൽ പറഞ്ഞായിരുന്നു, സിങ്ക് റോഡ് ആനോഡാണ്, അതിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ? സിങ്ക് റോഡിന്റെ ചാർജ് നെഗറ്റീവ് ആവാൻ കാരണം ഇതാണ്, നമ്മൾ അവിടെ പറഞ്ഞാണിത്. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ the oxidation potential of the electrode M can be represented as M എന്ന് പറയുന്ന ഇലക്ട്രോഡിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? M⁻Mn+ എന്നാണ്. ഏതാണ്? M⁻Mn+. നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ, Zn⁻Zn2+. ഇങ്ങനെ എഴുതിയാൽ ഇത് വായിക്കേണ്ട എന്താ? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ഇലക്ട്രോഡ്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക്. ഇതോ Cu⁻Cu2+. എന്താണ് വായിക്കേണ്ടത്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ. Al⁻Al3+. എന്താ വായിക്കേണ്ടത്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് അലൂമിനിയം. റെഡി? അതേപോലെ സിൽവറിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? Ag⁻Ag+ അല്ലേ? എങ്ങനെ ഡിനോട്ട് ചെയ്യുക? Ag⁻Ag+. ഓക്കെ, ഇനി ഇതില് ശ്രദ്ധിക്കുക, ഒരു ഇലക്ട്രോഡിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം അതിന് ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ എന്താ പറഞ്ഞത്? an electrode with a high oxidation potential value will have more tendency to undergo oxidation. എന്ന് പറഞ്ഞാൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ദാറ്റ് ഇലക്ട്രോഡ് വിൽ ആക്ട് ആസ് ആനോഡ്. ഓക്കെ അല്ലേ? അപ്പം ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുതലുള്ളത് ഇതിന് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പൊ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. റെഡി? അപ്പം വേറൊരു പോയിന്റ് ഇതാണ്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുതൽ ഉള്ളതിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല റെഡ്യൂസിങ് ഏജന്റ് ആണോ അല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആണോ? നിങ്ങൾക്കറിയാം, നല്ല ഏത് ഏജന്റ് ആണ്? റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുതലുള്ളത് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ അത് നല്ല റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ? നമ്മൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. നിങ്ങൾ പറഞ്ഞേ, എന്തായിരിക്കും റിഡക്ഷൻ പൊട്ടൻഷ്യൽ? ഒരു ഇലക്ട്രോഡിന് അതിൻ്റെ തന്നെ അയോണിൻ്റെ സൊല്യൂഷനിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് റിഡക്ഷൻ ആണെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെയും സൊല്യൂഷൻ്റെയും ഇടയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. അപ്പം എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റഡ് ഇൻ ബിറ്റ്വീൻ എൻ ഇലക്ട്രോഡ് ആൻഡ് ദ സൊല്യൂഷൻ ഓഫ് ഇറ്റ്സ് ഓൺ അയോൺ ഡ്യൂ ടു റിഡക്ഷൻ. ഓക്കെ, ശ്രദ്ധിച്ചോളാം.
എം എന്ന് പറയുന്ന ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ അയോണിൻ്റെ സൊല്യൂഷൻ, ദാറ്റ് ഈസ് Mn+ അയോൺ സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്ത്. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ നോക്കിയേ, Mn++ n ഇലക്ട്രോൺ ഗിവ്സ് M എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷനിലുള്ള Mn+ എന്തായിട്ട് മാറി? M ആയിട്ട് മാറിയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാണ്. റെഡി? നിങ്ങൾക്കറിയാം സൊല്യൂഷൻ ഈ Mn+ M എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെയും ഈ സൊല്യൂഷൻ്റെയും ഈ ഇലക്ട്രോഡിൻ്റെയും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് കാരണം റിഡക്ഷൻ അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ എന്ത് വിളിക്കാം? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദി ഇലക്ട്രോഡ് M. ഓക്കെ, എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ ബീക്കർ എൻ്റെ കയ്യിലെടുക്കുകയാണ്. ഈ ബീക്കറിൽ ഏത് സൊല്യൂഷനാണ്? CuSO4 സൊല്യൂഷൻ. അതിൽ ഏതൊക്കെ അയോൺസ് ആണ്? Cu2+ഉം SO4 അല്ലേ? അപ്പോൾ ആ പോസിറ്റീവ് അയോണിൻ്റെയും നെഗറ്റീവ് അയോണിൻ്റെയും എണ്ണം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ CuSO4 സൊല്യൂഷന് ചാർജ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. റെഡി? അപ്പോൾ ആ CuSO4 സൊല്യൂഷനിലേക്ക്, ഇത് കോപ്പർ റോഡാണ്. കോപ്പർ റോഡിന് ചാർജ് ഉണ്ടോ? ഇല്ല. സൊല്യൂഷന് ചാർജ് ഉണ്ടോ? ഇല്ല. ഈ സൊല്യൂഷനിലേക്ക്, CuSO4 സൊല്യൂഷനിലേക്ക് കോപ്പർ റോഡ് ഡിപ്പ് ചെയ്യാണ്. അങ്ങനെ ഡിപ്പ് ചെയ്യുമ്പം ആ സൊല്യൂഷനിലുള്ള Cu2+ അയോൺസ് ഈ കോപ്പർ റോഡിന്റെ മുകളിൽ അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കോപ്പർ റോഡിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ Cu2+ എന്തായിട്ട് മാറി? Cu ആയിട്ട് ഇവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഇനി സൊല്യൂഷന്റെ ചാർജ് എന്തായിരിക്കും? സൊല്യൂഷനിലുള്ള പോസിറ്റീവ് അയോണിന്റെ എണ്ണം കുറഞ്ഞില്ലേ? Cu2+ അയോണിന്റെ എണ്ണം കുറഞ്ഞ്. അപ്പോൾ സൊല്യൂഷന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പോൾ സൊല്യൂഷന്റെ ചാർജ് നെഗറ്റീവും ഇലക്ട്രോഡിന്റെ ചാർജ് പോസിറ്റീവും അല്ലേ? അപ്പം ഇതിൻ്റെയും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവാൻ കാരണം റിഡക്ഷൻ അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുക റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ എന്നാണ്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക. The reduction potential of the electrode M can be represented as Mn+ bar M. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എങ്ങനെയായിരുന്നു ഡിനോട്ട് ചെയ്തത്? M bar Mn+ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏതാ? നേരെ തിരിച്ച് Mn+ bar M. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക. എക്സാമ്പിൾ, Zn2+ bar Zn. ഇതെന്താണ് വായിക്കേണ്ടത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദി ഇലക്ട്രോഡ് സിങ്കിലെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക്. Cu2+ bar Cu, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് അലൂമിനിയം. ഓക്കെ അല്ലേ? ഇതേപോലെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിൽവർ എങ്ങനെ എഴുതാം? Ag+ bar Ag. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിൽവർ എന്തായിരുന്നു? Ag bar Ag+. ഓക്കെ അല്ലേ? ഇനി ഒരു ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ നടക്കാൻ സാധ്യത എന്തിനാണ്? റിഡക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എന്താ? An electrode with high reduction potential value will have a more tendency to undergo reduction. That means it will act as cathode. ഓക്കെ അല്ലേ? അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത പോയിന്റ് ഇതാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം നിങ്ങൾക്കറിയാം ഓക്സിഡൈസിങ് ഏജന്റ് എന്താ സംഭവിക്കേണ്ടത്? റിഡക്ഷൻ അല്ലേ? അപ്പം നല്ല ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത പോയിന്റ് ഇതാണ്. ഒരു ഇലക്ട്രോഡിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ സൈൻ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എന്താ പറഞ്ഞത്? ഇതാ ഒരു ഇലക്ട്രോഡിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ നോക്കിയേ, ഇവിടെ Em bar Mn+ ഈക്വൽ ടു എക്സ്. ഇതെന്താ വായിക്കുക? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് M അല്ലേ? അതേ എക്സ് ആണെങ്കിൽ അതേ ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്തായിരിക്കും? -x ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോഡിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ
അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൻ്റെ വാല്യൂ കുറവായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ സൈൻ എന്താണ്? ഡിഫറൻ്റ് ആണ്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക. ഈ Zn bar Zn2+ എന്താ വായിക്കേണ്ടത്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ഈക്വൽ ടു 0.76 വോൾട്ട് ആണ്. അപ്പൊ അതേ ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യന്റെ വാല്യൂ എന്തായിരിക്കും? ഈ Zn2+ bar Zn ഈക്വൽ ടു -0.76 വോൾട്ട്. ഓക്കെ, അപ്പോ സിങ്കിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യന്റെ വാല്യൂ ആണോ റിഡക്ഷൻ പൊട്ടൻഷ്യന്റെ വാല്യൂ ആണോ കൂടുതൽ? ഓക്സിഡേഷൻ പൊട്ടൻഷ്യന്റെ വാല്യൂ ആണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് സിങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡാനിയൽ സെല്ലില് സിങ്ക് റോഡിനെ എന്താക്കി വെച്ചത്? ആനോഡായിട്ട് എടുത്തത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഈ Cu bar Cu2+ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ വാല്യൂ -0.34 വോൾട്ട് ആണ്. അപ്പോൾ ഇതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്താ? ഈ Cu2+ bar Cu 0.34 വോൾട്ട് പ്ലസ് ആണത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞേ, കോപ്പറിന്റെ കേസിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യന്റെ വാല്യൂ ആണോ റിഡക്ഷൻ പൊട്ടൻഷ്യന്റെ വാല്യൂ ആണോ കൂടുതൽ? റിഡക്ഷൻ പൊട്ടൻഷ്യന്റെ വാല്യൂ ആണ് കൂടുതൽ. അപ്പോൾ കോപ്പറിൽ എന്ത് നടക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്? റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡാനിയൽ സെല്ലില് കോപ്പർ റോഡിനെ എന്താക്കിയെടുത്തത്? കാഥോഡായിട്ട് എടുത്തത്. ഓക്കെ അല്ലേ? അപ്പം ഡാനിയൽ സെല്ലില് സിങ്ക് റോഡ് ആനോഡും കോപ്പർ റോഡ് എന്താണ്? കാഥോഡും ആണ്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക. നമ്മളിപ്പം ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും പറഞ്ഞു. എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ശ്രദ്ധയോടെ മനസ്സിലാക്കുക. പോയിന്റ് ഇതാണ്. IUPAC കൺവെൻഷൻ അനുസരിച്ച് ഒരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ പറയേണ്ടത് അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ടേമിലാണ്. ഏത് വേണ്ട? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഏത് മാത്രം മതി? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇപ്പം എന്താ പറഞ്ഞത്? അക്കോർഡിംഗ് ടു IUPAC കൺവെൻഷൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എൻ ഇലക്ട്രോഡ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഏത് മാത്രം മതി? റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാത്രം മതി. ഇനി ഞാൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോളുക, അത് ഏത് പൊട്ടൻഷ്യലാണ്? റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ടേമിൽ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം? പറഞ്ഞേ. റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുതലുള്ളതിന് എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും. അത് കാഥോഡായിട്ട് ആക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അടുത്ത പോയിന്റ് എന്താ? റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കുറവുള്ളതിന് ഓക്സിഡേഷൻ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ അത് ആനോഡായിട്ട് ആക്ട് ചെയ്യും. അല്ലേ? ആനോഡായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നല്ല റെഡ്യൂസിങ് ഏജന്റ് ആണ്. എന്ത് ഏജന്റ് ആണ്? നല്ല റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ രണ്ട് വാല്യൂസ് നോക്കുക. ഇത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ആണ്, ഇത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ആണ്. ഈ രണ്ട് വാല്യൂസിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കുക കോപ്പറിനല്ലേ. അപ്പോൾ കോപ്പർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. സിങ്ക് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. എവിടെ? ഡാനിയൽ സെല്ലിൽ. ഓക്കെ അല്ലേ?